നമസ്കാരം. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നമ്മൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് ടി.സി.എസിലെ ചില റിക്രൂട്ട്മെന്റുകളാണ്. ടി.സി.എസ് എന്ന് പറയുമ്പോൾ നാം അറിയുന്നത് പോലെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഐ.ടി കമ്പനിയാണ്. ടാറ്റ ഗ്രൂപ്പിൽ നിന്നുള്ള ഐ.ടി കമ്പനിയാണ്. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് എന്ന് മാത്രമല്ല, ലോകത്തിലെ തന്നെ വാല്യുവേഷനിൽ വൺ ഓഫ് ദ ബിഗ് കമ്പനികളിൽ ഒന്നാണ് ടി.സി.എസ് എന്നുള്ളത്. അപ്പോൾ ടി.സി.എസിലെ ചില റിക്രൂട്ട്മെന്റുകളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അത് 2024 പാസ് ഔട്ട് ആകാൻ പോകുന്നു. ഇപ്പോഴത്തെ ഫൈനൽ ഇയറുകാർക്കും പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കും ഒക്കെയുള്ള അവസരങ്ങൾ വിശദമാക്കുന്നുണ്ട്. അവർക്കും ആ പാസ് ഔട്ട് ആയിട്ടൊക്കെ ഉള്ളവർക്കുള്ള ചില അവസരങ്ങൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ അത് ഹൈദരാബാദിലേക്കൊക്കെയുള്ള റിക്രൂട്ട്മെന്റ് ആയിരുന്നു. ഇപ്പോൾ കേരളത്തിലുള്ളവർക്കും പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കും പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും ഒക്കെ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതും ഓൺലൈനായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എടുക്കാവുന്ന അവസരങ്ങൾ. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനിയായ ബൾക്ക് ഹയറിംഗ് നടക്കുന്ന ടി.സി.എസിലേക്ക് എത്തുവാൻ പറ്റുന്ന ഒരു മികച്ച അവസരമാണ്. ഇപ്പം ഈ 2024 റിക്രൂട്ട്മെന്റ്സുകൾ, പ്രത്യേകിച്ച് ഐ.ടി കമ്പനികളുടെ റിക്രൂട്ട്മെന്റ്സ് പാടെ കുറഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ, പ്രത്യേകിച്ച് ടോപ്പ് കമ്പനികൾ ഇൻഫോസും വിപ്രോയും ഒന്നും റിക്രൂട്ട് ചെയ്യാത്തപ്പോൾ നമ്പർ 1 കമ്പനിയിലേക്ക് കിട്ടുന്ന ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചു കൊള്ളട്ടെ. മറ്റൊരു പ്രമുഖ ഐ.ടി കമ്പനിയായ ആക്സെഞ്ചറിന്റെ ഒരു റിക്രൂട്ട്മെന്റിനെ കുറിച്ച്. ആക്സെഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. അവരുടെ ഇന്ത്യൻ ഓപ്പറേഷൻസിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ്, അത് വിവിധ ഡിഗ്രിക്കാർക്ക്, എഞ്ചിനീയറിംഗുകാർക്കും നോൺ എഞ്ചിനീയറിംഗുകാർക്കും ഒക്കെ നടക്കുന്ന റിക്രൂട്ട്മെന്റുകളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനുണ്ട്. താല്പര്യമുള്ളവർക്ക് ആക്സെഞ്ചറും പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് 1-2 കാര്യങ്ങൾ കൂടി. ഈ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ എവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ ജോബ് സൈറ്റിലൂടെയോ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം നമുക്ക് ടി.സി.എസിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ ലഭ്യമായിരിക്കുന്ന 2024 ബാച്ചിന്റെ, അതായത് ഇപ്പോഴത്തെ ഫൈനൽ ഇയറുകാരുടെ ഹയറിംഗ് ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. അത് കഴിഞ്ഞ് പാസ് ഔട്ട് ആയിട്ടുള്ളവരുടെ വിവരങ്ങളും പരിശോധിക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ടി.സി.എസ് ഇൻവൈറ്റിംഗ് ഗ്രാജുവേറ്റ്സ് ഓഫ് 2024 ടു അപ്ലൈ ഫോർ ടി.സി.എസ് BPS ഹയറിംഗ്. അവർക്ക് ഈ ഹയറിംഗ് BPS ഹയറിംഗ് എന്നാണ് അറിയപ്പെടുന്നത്, അതായത് ബിസിനസ് പ്രോസസ് സർവീസസ്. അതായത് ഈ ടി.സി.എസിന്റെ ബാക്ക് എൻഡ് ഓപ്പറേഷൻസ് ജോലികളിലേക്ക്, അതിനു വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏപ്രിൽ 14 സൺഡേ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇതിൻ്റെ ടെസ്റ്റ് ഡേറ്റ്സ് അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ടി.സി.എസ് BPS ഹയറിംഗ് 2024 ഇയർ ഓഫ് പാസിംഗ് ഗ്രാജുവേറ്റ്സ്. 2024 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഹയറിംഗ്. ഇവിടെ കാണാനായിട്ട് സാധിക്കും, ആർട്സ്, കൊമേഴ്സ്, സയൻസ് ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ആർട്സ്, കൊമേഴ്സ്, സയൻസ് ഗ്രാജുവേറ്റ്സിന്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് BCom ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ BA ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ BBA, അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ BSc തന്നെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, ഇങ്ങനെയൊക്കെയുള്ള കോഴ്സ് 2024 കഴിയുന്നവർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ ഞാൻ പിന്നാലെ വിശദമാക്കാം. ബാക്കി ഇവിടെ നിങ്ങൾക്ക് വന്നാൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നൽകിയിട്ടുണ്ട്. ടെസ്റ്റ് എലിജിബിലിറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇവരുടെ സൈറ്റിൽ നൽകിയിട്ടുണ്ട്. ഫുൾ ടൈം ഗ്രാജുവേറ്റ്സ് ഫ്രം BCom, BA, ഞാൻ പറഞ്ഞ BSc ഫിസിക്സ് മാത്സ് അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഷുഡ് നോട്ട് ഹാവ് എനി ബാക്ക്ലോഗ്സ് അറ്റ് ദ ടൈം ഓഫ് അപ്പിയറിംഗ് ടി.സി.എസ് സെലക്ഷൻ പ്രോസസ്. സെലക്ഷൻ പ്രോസസ്സിന്റെ സമയത്ത് ബാക്ക്ലോഗ്സ്, അരിയേഴ്സ് കാണല് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകുന്നുണ്ട്. ഫുൾ ടൈം കോഴ്സ് ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പാർട്ട് ടൈം പഠിച്ചവരോ കറസ്പോണ്ടൻസ് പഠിച്ചവരോ കൺസിഡർ ചെയ്യത്തില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി എക്സ്പീരിയൻസ്, ഇത് ഫ്രഷേഴ്സിനുള്ള ഒരു അവസരമായിരിക്കും എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. മിനിമം ഏജ് 18 വയസ്സ് മുതൽ മാക്സിമം 28 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അതിൻ്റെ ടെസ്റ്റ് പാറ്റേൺ ഒക്കെ ഇവിടെ സൈറ്റിൽ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ടെസ്റ്റ് പാറ്റേൺ കാണാം. 50 ക്വസ്റ്റ്യൻസ് ഉള്ള 50 മിനിറ്റ്സിൻ്റെ ഒരു എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടാകുക. അതായത് ഒരു ക്വസ്റ്റിന് 1 മിനിറ്റ്. ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ് എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഈ 3 മേഖലയിൽ നിന്നുള്ള, അതായത് നിങ്ങളുടെ റീസണിങ് എബിലിറ്റി, യുക്തിപരമായി ചിന്തിക്കാനുള്ള കഴിവ്, ന്യൂമറിക്കൽ എബിലിറ്റി കണക്കുമായി ബന്ധപ്പെട്ടും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ഒക്കെ ആയിരിക്കും ഇവിടെ പരീക്ഷിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ FAQയിൽ വന്നിട്ട് അതിൻ്റെയൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അപ്പം ഇവിടെ വന്നിട്ട് ഈ കാര്യങ്ങൾ, അതിൻ്റെ എലിജിബിലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലാക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. അതെങ്ങനെയെന്ന് ഞാൻ പിന്നാലെ വിശദമാക്കാം. ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിച്ച് ഈ സൈറ്റിലേക്ക് എത്താവുന്നതാണ്. ഇനി ഞാൻ 2022 2022 2023 പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കുള്ള
അവസരം കൂടി ഒന്ന് വിശദമാക്കാം. ഇവിടേക്ക് വന്നാൽ ആ ഒരു ഹയറിംഗിന്റെ ഡീറ്റെയിൽസ് കാണാം. 2022 and 23 ഇയർ ഓഫ് പാസിംഗ് കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട്. അതും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ബികോം, BA, BBA, അങ്ങനെ BCA, BSCക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും BSc IT കമ്പ്യൂട്ടർ സയൻസുകാർക്കും അപ്ലൈ ചെയ്യാം. മുൻപ് 24 ബാച്ചിൽ IT കമ്പ്യൂട്ടർ സയൻസ് BCAയുടെ കാര്യം മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ ഇവിടെ BCAക്കാർക്കും BSc കമ്പ്യൂട്ടർ സയൻസ് ITക്കാർക്കും അപ്ലൈ ചെയ്യാം. അതുകൂടാതെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സ്റ്റാൻഡിങ് അരിയേഴ്സ് കാണല് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകുന്നുണ്ട്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല, ഫ്രഷേഴ്സിന് അപേക്ഷിക്കാം. ബാക്ക് ആൻഡ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടായിരിക്കും അപേക്ഷിക്കേണ്ടത്. ഈ 23 അല്ലെങ്കിൽ 22 ബാച്ചിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതിനുള്ള ഒരു ഫോം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഫോം ഞാനൊന്ന് കാണിക്കാം. ഈ ഫോമിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID ഒക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ടിക്ക് കൊടുക്കുക. ആർ ഇൻട്രസ്റ്റഡ് ജോയിൻ TCS എസ് അടിക്കുക. എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് അടിക്കുമ്പോഴത്തേന് ഞങ്ങൾക്ക് അടുത്ത ചോദ്യങ്ങൾ വരും. അപ്പോൾ ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട് 2022 2023 ഒക്കെ പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കാണ് അവസരങ്ങൾ എന്നുള്ളത്. അപ്പം അതനുസരിച്ച് നിങ്ങൾ ഇവിടെ പെർസ്യൂയിങ് മാസ്റ്റേഴ്സ് അല്ലെ കംപ്ലീറ്റഡ് മാസ്റ്റേഴ്സ്, ഫുൾ ടൈം, പാർട്ട് ടൈം, അങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചില ക്വസ്റ്റ്യൻസ് അടിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. കാരണം അത് എലിജിബിലിറ്റിക്ക് വെളിയിലാണ്. ഇപ്പം ഞാൻ നോട്ട് പെർസ്യൂയിങ് മാസ്റ്റേഴ്സ് എന്ന് കൊടുത്താൽ എനിക്ക് നെക്സ്റ്റ് അടിച്ച് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റും. ഇപ്പം ഇവിടേക്ക് വന്നാൽ ഡു ഹാവ് എനി വർക്ക് എക്സ്പീരിയൻസ്, ഞാൻ മോർ ദാൻ 6 months കൊടുത്താൽ എനിക്ക് പിന്നെ മുന്നോട്ടേക്ക് പോകാനായിട്ട് ഇവർ അവസരം തരത്തില്ല. ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് നിർത്തേണ്ടതായിട്ട് വരും. അതേസമയം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയോ അല്ലെങ്കിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയാണ് ഇവർ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോ എക്സ്പീരിയൻസ് ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് ബാക്കി ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ നൽകിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാം. അപ്പം ഇങ്ങനെ മുന്നോട്ടേക്ക് പോയി കഴിയുമ്പോൾ ഇവരിവിടെ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഇതൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ TCS റെഫറൻസ് ID ഇവർക്ക് ഇവിടെ നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ TCS റെഫറൻസ് ID എങ്ങനെയായിരിക്കും എടുക്കുക? അതിന് ഇവിടെ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഇത് തന്നെയാണ് ആദ്യത്തെ വേക്കൻസിക്കും നിങ്ങൾ അവരുടെ സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യണം എന്ന് സൂചിപ്പിച്ചത്. അപ്പോൾ ഇതെങ്ങനെ ആയിരിക്കും ആ രജിസ്ട്രേഷൻ എന്നും കൂടി ഞാനൊന്ന് സൂചിപ്പിക്കാം. ഇനി എങ്ങനെയായിരിക്കും ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും? ഇവരുടെ സൈറ്റിലേക്ക് വന്നാൽ അപ്ലൈ ചെയ്യേണ്ട പ്രോസസ്സുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആദ്യം ലോഗിൻ ടു TCS നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടൽ. നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടലിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് രജിസ്റ്റർ നൗ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വരുമ്പോൾ IT ഉണ്ട്, BPS ഉണ്ട്. ഇത് BPS ഹയറിംഗ് ആണ്, ബിസിനസ് പ്രോസസ് സർവീസസ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇങ്ങനെ നിങ്ങളുടെ ഇമെയിൽ ID ചോദിക്കും. ഇമെയിൽ ID ഇവിടെ നൽകുക. ഇമെയിൽ ID നൽകി കഴിഞ്ഞിട്ട് ഗെറ്റ് OTP ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു OTP വരും. അത് ഇവിടെ ഫില്ല് ചെയ്തിട്ട് വേണം നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന് രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിയുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവരുടെ സൈറ്റിൽ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ലോഗിൻ ടു നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടൽ, എന്നിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകുക. ആധാർ നമ്പർ നൽകേണ്ടതായിട്ട് വരും, നെയിം നൽകണം, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നൽകണം. നിങ്ങൾ അവിടെ ചെന്നിട്ട് അപ്ലൈ ഫോർ BPS ഹയറിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ഫോർ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കാണും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. BPS കാറ്റഗറി വേണം സെലക്ട് ചെയ്യുവാനായിട്ട്. എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്ലൈഡ് ഫോർ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് കിട്ടും. അപ്പോഴായിരിക്കും നിങ്ങളുടെ സ്റ്റാറ്റസ് അപ്ലൈ ചെയ്തതായിട്ട് വരിക എന്നുള്ള കാര്യം അറിയുക. അവിടെ ഒരു 1-2 കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവിടെ നിങ്ങൾക്ക് പരീക്ഷ എഴുതേണ്ടത് എങ്ങനെയായിരിക്കും എന്നൊരു ചോദ്യം ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് യുവർ മോഡ് ഓഫ് ടെസ്റ്റ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇൻ സെന്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഇൻ സെന്റർ എന്ന് പറഞ്ഞാൽ ഈ TCS അയൺ സെന്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ കോട്ടയത്തൊക്കെ ആണെങ്കിൽ ഏറ്റുമാനൂർ അയൺ സെന്റർ ഉണ്ട്. അങ്ങനെ എല്ലാ ജില്ലകളിലും അയൺ സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഈ ഇൻ സെന്റർ കൊടുക്കുവാണെങ്കിൽ ചെയ്യാനായിട്ട് കഴിയും. ഇനി അതല്ല, നിങ്ങൾക്ക് റിമോട്ടായിട്ട് എഴുതുവാനായിട്ടുള്ള ഓപ്ഷൻ ഒരുപക്ഷെ തന്നേക്കാം. ഇൻ സെന്റർ കൊടുക്കുമ്പോഴത്തേന് ഓർക്കുക, എത്രയും പെട്ടെന്ന് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസിലായിരിക്കും ഇവർ സെന്റേഴ്സ് അലോട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും കുട്ടികൾക്ക് കേരളത്തിൽ പോലും സെന്ററുകൾ കിട്ടാത്ത, കേരളത്തിന് വെളിയിലൊക്കെ ഓപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്ന കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡിലേഡ് ആകാതെ അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ വീടിനടുത്തുള്ള സെന്റർ തന്നെ കിട്ടുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും. അവർക്ക് ഇതിന് ആപ്ലിക്കേഷൻ ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാക്കി ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ പരിശോധിക്കാവുന്നതാണ്. എന്നിട്ട് ഇതിനെ അപ്ലൈ ചെയ്ത് TCSലെ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ TCSന്റെ ചില റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അവരുടെ സൈറ്റിൽ പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക.
ഓർക്കുക, ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, TCSന്റെ റിക്രൂട്ട്മെന്റ് ആർക്കും പണമൊന്നും നൽകേണ്ടതില്ല. ആരെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവ്വം വേണം അതിനെ സമീപിക്കുവാനായിട്ട്. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ jobsbridge.com നമ്മുടെ ജോബ് സൈറ്റാണ്, അത് സന്ദർശിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. എൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുണ്ട്. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.